ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു കൊച്ചു ഓണം വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടി തിരിച്ചു വന്നു. നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ച് വീഡിയോ ഫോട്ടോസ് ഇതൊക്കെ എടുക്കണമല്ലോ. അപ്പം അത് കാരണം നമ്മൾ ടെറസിലും അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് രണ്ടാമത്തെ മോളില്ല, അവർക്ക് ഹോളിഡേയ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വന്നിട്ടില്ല. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. പിന്നെ മൂത്ത മോളും ഏറ്റവും ഇളയ മോളാണ് ഉള്ളത്. അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും എന്താ പറയുക, ഓരോ പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. മൂത്ത മോൾക്കെന്ന് പറയുമ്പം ഓണത്തിന് ഇങ്ങനെ സെറ്റ് സാരി സെറ്റ് മുണ്ട് സെറ്റ് പാവാട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉടുക്കാനോ അല്ലെങ്കിൽ പൂക്കളോടാനോ അല്ലെങ്കിൽ കളികൾ കളിക്കാനോ ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് സദ്യയാണത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ ഓണത്തിൻ്റെ സദ്യ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇളയ മോൾക്കെന്ന് പറയുന്നത് ഇതുപോലെ ഉടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പൂക്കളോടുന്നത് ഇഷ്ടമാണ്. പക്ഷെ അതാരെങ്കിലും കൂട്ട് വേണം, അപ്പോഴേ അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും എന്താ പറയുക, ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ മോളാണ്. അവളാണെങ്കിൽ ഈ 2 ദിവസം മുന്നൊക്കെ ഈ ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കുക, ഈ കളിമണ്ണൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് വീടിന് ചുറ്റും എവിടെയെങ്കിലുമൊക്കെ നോക്കി പറമ്പിലൊക്കെ പോയി നോക്കി അത് സംഘടിപ്പിച്ച് അതൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കും, അത്ര തന്നെ. എന്നിട്ട് ഉണക്കാനൊക്കെ വെച്ച് അത് ഓണത്തിൻ്റെ ദിവസം രാവിലെ എണീറ്റ് പട്ടുപാവാടയൊക്കെ അല്ലെങ്കിൽ സെറ്റ് പാവാടയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉടുത്ത് ഈ ഓണത്തപ്പനും അതുപോലെ പിന്നെ ഈ അരിമാവൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുക, അതുപോലെ പൂക്കളോട. പിന്നെ ഒരു വിളക്കുണ്ട് വീട്ടിൽ, അപ്പോൾ ആ വിളക്ക് കത്തിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ആചാരങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കാണുന്ന അതുപോലെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ഇളയ മോളും കൂടും അതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും എന്താ പറയുക, താഴത്തെ 2 പേർക്കും ഇഷ്ടമാണ്. കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന രണ്ടാമത്തെ മോളാണ്. അപ്പോൾ അതാ ഈ നിങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് സാരി ഉടുത്ത് റെഡിയായി കാണട്ടോ. അപ്പം അങ്ങനെയാണ് വീട്ടിൽ ഓരോരുത്തർക്ക് ഓണം എന്ന് പറയുന്നത്. പൂക്കളം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. പൂക്കൾ വാങ്ങിച്ചുമില്ല. ഉള്ള പൂക്കളെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രം അത് ഇന്ന് ചെയ്യണം. ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് നമ്മൾ സദ്യ ഉണ്ടാക്കുകയാണ്. ഇതിന് മുന്നൊക്കെ നമ്മളങ്ങനെ സദ്യ ഉണ്ടാക്കാറില്ല, നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പച്ചക്കറി എന്ന് പറയുന്നത് ഇങ്ങനെ സദ്യയായിട്ട് അന്നത്തെ ദിവസം കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ അങ്ങനെയൊന്നും സ്ഥിരം പച്ചക്കറി ഇഷ്ടമല്ല. അപ്പം നോൺ വെജ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ അന്നത്തെ ദിവസവും കുറേ കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അത് മാറി വേറെ ചെയ്യണം എന്ന് പറയുമ്പോൾ, വേറെ കുക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി പാടല്ല. അതുകൊണ്ട് ഓർഡറാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ
സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് വേഗം തുടങ്ങണം. ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ട കറികൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ തരം വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ സാമ്പാർ, അവിയൽ, കാളൻ, പിന്നെ എരിശ്ശേരി, പപ്പടം, പിന്നെന്താ ഒലത്തായിട്ട് നമ്മളൊരു ക്യാബേജ്, അതാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. തലേ ദിവസമാണ് കുറച്ച് വൈകുന്നേരം ആയപ്പോഴാണ് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവിയലിനുള്ളത് അരിയാനാണ് കുറേ നേരം എടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അരിഞ്ഞ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴുകി ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പച്ചക്കറി കേടാവും. അപ്പം ഞാൻ അങ്ങനെ തന്നെ അരിഞ്ഞ് അങ്ങനെ തന്നെ ബോക്സിനകത്ത് വെച്ചു. ഇനി നമ്മൾ ഉണ്ടാക്കണ നേരത്തെ ഇതെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് കഴുകി വാരി എടുത്ത് നമുക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ അതുപോലെ തേങ്ങ നമ്മൾ കൊത്തി ഫ്രീസറിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേവിക്കാനുള്ള കുറച്ച് സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ കാളന് വേണ്ടിയിട്ടുള്ള കായ, സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ്, എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള വൻപയറും അതുപോലെ മത്തങ്ങയും ഇതൊക്കെ ഒന്ന് വേവിച്ച് വയ്ക്കുകയാണ് ആദ്യം തന്നെ.
സാമ്പാറിന് വേണ്ടി ഞാൻ അരിഞ്ഞിട്ടുണ്ടായില്ല. അതിപ്പോഴാണ് ഞാൻ അരിയുന്നത്. അപ്പം ഞാൻ എന്താ പറയുക കേടാവുമെന്ന് വിചാരിച്ചിട്ട് ഈ ക്യാരറ്റെല്ലാം ഞാൻ ഇങ്ങനെ അരിഞ്ഞത് ഒരു വെള്ളത്തിനകത്ത് ഇട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഒട്ടും കേടാവില്ല കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നു ഒട്ടും കേടായിട്ടില്ല. നമ്മൾ മറ്റേ ഹോൾ ക്യാരറ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ അത് കേടാവത്തില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെക്കണേ. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇരിക്കില്ല അങ്ങനെ. അപ്പം ഞാൻ ചെയ്യുന്നതിനിടയിൽ മോള് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ അരിയാൻ ഇതെങ്ങനെ അരിയണം, ഇതെങ്ങനെ ചെത്തണം, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. എന്തായാലും അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവൾ ചെയ്യുന്നുണ്ട്. She's cleaning this t-shirt, you know, and start cutting. Hi, Pranisa. Are you coming on the vlog? Say hi. Hello. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂത്ത മോളും വന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ സ്പീഡൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഏറ്റവും ഇളയ മോളാണ് ഇങ്ങനെ തുടയ്ക്കുക, വൃത്തിയാക്കുക, കഴുകുക, ഒതുക്കി വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇളയ മോൾക്കാണ് കൂടുതൽ ഇതുള്ളത്. മൂത്ത മോൾക്ക് അത്ര ഇല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ചിന്നു കളഞ്ഞമ്മ കിടക്കി കിടയില്ലേ ദേ പൊട്ടിച്ചമ്മ. അയ്യേ അത് പേടിച്ചല്ലേ ആയിരുന്നോ? കറിയില്ലായിരുന്നു. വെള്ളം തരണം. ഏകദേശം ഒരു 3 മണിക്കൂർ കേട്ടോ. ഒരു 8:30 9 മണിയായപ്പോൾ തുടങ്ങി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കറിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ പപ്പടം ചുട്ടു, സാമ്പാറുണ്ടാക്കി, കാളനുണ്ടാക്കി, അതുപോലെ എരിശ്ശേരി, പിന്നെ വരുന്നതാണ് അവിയൽ, പിന്നെ ചോറാക്കിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ക്യാബേജ് തോരൻ, ഇഞ്ചിക്കറി, വടകുപുളി നാരങ്ങ, അതൊക്കെ വേറെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. പായസം ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല. ഇപ്രാവശ്യം പായസം വാങ്ങിക്കൊണ്ടുവരാണ് ചെയ്തത്. പായസം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പായസം ഉണ്ടാക്കിയില്ല.
അപ്പോൾ അങ്ങനെ 11 മണിയായപ്പോൾ നമ്മൾ കറിയൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കുറച്ച് കറികളൊക്കെ ടിഫിനിലേക്ക് ആക്കി പാത്രങ്ങളിലാക്കി വീട്ടിലേക്ക് പോകാനായിട്ട്. അവിടെ ഡാഡി മമ്മി മാത്രമേ ഉള്ളൂ. എനിക്കൊരു അനിയത്തിയാണുള്ളത്. അനിയത്തി ബാംഗ്ലൂർ സെറ്റിൽഡാണ്. സാധാരണ അനിയത്തിക്ക് അവിടെ ഓണം ആഘോഷിക്കുമ്പോൾ മമ്മീനെയും ഡാഡിനെയും അങ്ങോട്ട് വിളിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അവരുടെ ഓണം വളരെ നേരത്തെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവർ പോയില്ല. പിന്നെ അവർ വീട്ടിലുണ്ട്. എന്തായാലും അവർക്കും ഓണം ആഘോഷിക്കണം. അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓണം അവിടെയും കൂടി ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാൻ നിൽക്കാം കേട്ടോ. അടുത്തെടുത്തുണ്ട്. എത്ര മണിക്ക് പോവാം? അപ്പം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഊണൊക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഡാഡി ഓൾറെഡി കുറച്ച് ഗോതമ്പ് പായസമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. നേരത്തെ അവിടെ വെച്ച് ചോറ് കഴിച്ചപ്പോൾ എനിക്ക് അധികം അങ്ങോട്ട് പായസം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഇച്ചിരി പായസം അങ്ങോട്ട് നന്നായി അടിച്ചു. പിന്നെ മക്കളും അതേ അവിടെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ല. വെറുതെ അതൊക്കെ ഇങ്ങനെ പറക്കി കഴിച്ച് അവരുടെ കൂടെയൊക്കെ ഒന്നൊന്ന് വർത്താനം പറഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ് സൈഡിൽ. അങ്ങനെ അവർക്ക് സന്തോഷമായി, നമുക്കും സന്തോഷമായി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ തിരിച്ച് പോന്നു എൻ്റെ വീട്ടിലേക്ക്. ഇനി ഈ ഡ്രസ്സൊക്കെ ഇനി അവിടെ ഇരിക്കട്ടെ. അടുത്ത ഓണത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിടാം. ആകെ ഒരു ഓണത്തിനെ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടി ഉണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കി വെച്ച കഴിഞ്ഞ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴുകണം, വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്തു കേട്ടോ. നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം അവസാനിച്ചു. 2024 ഓണം അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ഓണത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്രാവശ്യത്തെ ഓണം അതുപോലെ വളരെ സിമ്പിളായിട്ടും അതുപോലെ സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്